നമ്മളെല്ലാവരും വാഹനങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആൾക്കാരാണ്. എന്നാൽ നമ്മൾ നമ്മുടെ വാഹനങ്ങളിൽ വരുത്തുന്ന ചില മിസ്റ്റേക്കുകളാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളെല്ലാവരും വാഹനം സ്റ്റാർട്ട് ചെയ്ത ഉടനെ തന്നെ റേസ് ചെയ്യുന്നതാണ്. ഒരു വാഹനവും നമ്മൾ സ്റ്റാർട്ട് ചെയ്ത ഉടനെ തന്നെ റേസ് ചെയ്യാൻ പാടില്ല. ഇങ്ങനെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ദോഷം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ എഞ്ചിൻ ഓയിൽ എല്ലാ ഭാഗങ്ങളിലേക്കും എത്തിയിട്ടുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ സ്റ്റാർട്ട് ചെയ്ത ഉടനെ തന്നെ റേസ് ചെയ്യുന്നത് വാഹനത്തിന്റെ എഞ്ചിന് കംപ്ലൈന്റ് വരാൻ കാരണമാകും. വാഹനം സ്റ്റാർട്ട് ചെയ്ത് ഒരു 30 സെക്കൻഡിന് ശേഷം മാത്രമേ വാഹനം റേസ് ചെയ്യുവാനോ അല്ലെങ്കിൽ അനക്കുവാനോ പാടുള്ളൂ. അടുത്തതായി മിക്കവരും വരുന്ന ഒരു മിസ്റ്റേക്കാണ് ലോ ഫ്യൂവലിൽ വണ്ടി ഓടിക്കുക എന്നുള്ളത്. ഇങ്ങനെ ലോ ഫ്യൂവലിൽ വണ്ടി ഓടിക്കുമ്പോൾ എന്താണ് ദോഷമെന്ന് വെച്ചാൽ, നമ്മുടെ ഫ്യൂവൽ പമ്പ് ചൂടാവുകയും അത് നശിച്ചു പോകാൻ കാരണമാവുകയും ചെയ്യും. അടുത്തത് നമുക്കൊക്കെ പറ്റുന്ന വലിയൊരു തെറ്റാണ് സർവീസ് കൃത്യസമയത്തിന് ചെയ്യാതിരിക്കുക എന്നുള്ളത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, എഞ്ചിൻ ഓയിൽ കറക്റ്റ് ടൈമിന് മാറുക എന്നുള്ളതാണ്. കൃത്യസമയത്ത് നമ്മൾ എഞ്ചിൻ ഓയിൽ മാറിയിട്ടില്ലെങ്കിൽ പോകെ പോകെ എഞ്ചിൻ ഓയിൽ കട്ട പിടിക്കാൻ തുടങ്ങും. അത് നമ്മളെ എഞ്ചിന് പണി വരാൻ തന്നെ കാരണമാവും. ഇനി കൂടുതൽ ആൾക്കാരും ചെയ്യുന്ന വലിയൊരു തെറ്റാണ് ക്ലച്ച് ആവശ്യമില്ലാതെ യൂസ് ചെയ്യുക എന്നുള്ളത്. നമ്മൾ ട്രാഫിക്കിലും മറ്റും നിൽക്കുമ്പോൾ ചുമ്മാ ആവശ്യമില്ലാതെ ക്ലച്ചിൽ തന്നെ ചവിട്ടി പിടിക്കുക. ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് മെയിൻ കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ ക്ലച്ച് പ്ലേറ്റ് പെട്ടെന്ന് തന്നെ തീരാൻ കാരണമാവും. മിക്കവരും ചെയ്യുന്ന വലിയൊരു തെറ്റാണ് വാഹനങ്ങൾ ഇറക്കത്തിൽ ന്യൂട്രൽ ഇറങ്ങി വരിക എന്നുള്ളത്. ഇങ്ങനെ വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് വെച്ചാൽ, അത് നിങ്ങളുടെ ബ്രേക്ക് ഫെയിലാകാൻ കാരണമാവും. കാരണം ന്യൂട്രൽ ഇറങ്ങി വരുമ്പോൾ നമ്മൾ ബ്രേക്കിൽ തന്നെ ആയിരിക്കും വരുന്നത്. അപ്പോൾ ബ്രേക്കിൻ്റെ പാഡ് ചൂടാകുകയും അതുവഴി നമുക്ക് ബ്രേക്ക് നഷ്ടമാകാൻ കാരണമാവുകയും ചെയ്യും. അടുത്ത കാര്യം, നമ്മളുടെ ടയറിൻ്റെ എയർ പ്രഷർ കറക്റ്റായി ചെക്ക് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഈ ഒരു കാര്യങ്ങളൊക്കെ കറക്റ്റായി ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇത് നിങ്ങളുടെ വാഹനത്തിൻ്റെ മൈലേജ് തന്നെ കുറയ്ക്കാൻ കാരണമായേക്കാം. അടുത്ത പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, വീൽ അലൈൻമെൻറ്റ് ചെയ്യുന്നതാണ്. നമ്മൾ കറക്റ്റ് ടൈമിൽ വീൽ അലൈൻമെൻറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ വീലിൻ്റെ ഒരു സൈഡ് തേയാൻ കാരണമാവും. അതുപോലെ തന്നെ വീലുമായി ബന്ധപ്പെട്ട മറ്റ് പാർട്സ്, അതായത് ഷോക്ക് അബ്സോർബർ പോലുള്ള പാർട്സും കംപ്ലൈൻ്റ് ആകാൻ കാരണമായേക്കാം. ഇനി അടുത്ത പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ആവശ്യമില്ലാതെ ബ്രേക്ക് അപ്ലൈ ചെയ്യുന്നതാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ ബ്രേക്ക് ലൈനർ ചൂടാവുകയും അതുവഴി ബ്രേക്ക് നഷ്ടപ്പെടാനും കാരണമാവും. നമ്മൾ നമ്മുടെ വാഹനവുമായി വലിയ ഇറക്കങ്ങൾ ഇറങ്ങുമ്പോൾ ബ്രേക്ക് ചവിട്ടി വരാതെ ഗിയറിൽ തന്നെ വരാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഫുൾ ടൈം നമ്മൾ ബ്രേക്ക് തന്നെ അപ്ലൈ ചെയ്തിട്ടാണ് വരുന്നെങ്കിൽ അത് ബ്രേക്ക് ഫെയിലാകാൻ തന്നെ കാരണമാവും. അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇനി നിങ്ങൾ വാഹനം ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കുമെന്ന് വിചാരിക്കുന്നു. ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. താങ്ക് യു.